ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ക്ലാസ് 11ലെ സെക്കൻഡ് ടേമിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. സെക്കൻഡ് ടേമിൽ നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നമുക്ക് തുടങ്ങാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് കണ്ടന്റ് മാത്രമുള്ള ഒരു ചാപ്റ്റർ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഈ ചാപ്റ്ററിന്റെ തിയറി എക്സ്പ്ലനേഷൻ 2 വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡിഫോമിംഗ് ഫോഴ്സ്, റെസ്റ്റോറിംഗ് ഫോഴ്സ്, അതുപോലെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഹൂക്സ് ലോ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 11th ഇത്തവണത്തെ കരിക്കുലം അനുസരിച്ച് പഠിക്കാനുള്ളത്. അതിൽ ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡിഫോമിംഗ് ഫോഴ്സ്, റെസ്റ്റോറിംഗ് ഫോഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതാണ് ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വീഡിയോയിലൂടെ നമുക്ക് ഹൂക്സ് ലോ പഠിക്കാം. അത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ആണ്. ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവും അതിന്റെ എക്സ്പ്ലനേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് പഠിക്കാനുണ്ട്. അതുപോലെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ എടുക്കുന്ന റേഷ്യോനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനും പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ രണ്ടാമത്തെ വീഡിയോയിലൂടെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് കവർ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡിഫോമിംഗ് ഫോഴ്സ്, റെസ്റ്റോറിംഗ് ഫോഴ്സ്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇതൊക്കെയാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ ഇലാസ്റ്റിസിറ്റി എന്താണ്, പ്ലാസ്റ്റിസിറ്റി എന്താണ്, റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്, ഡിഫോമിംഗ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മള് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ പേര്, അല്ലെ? സോളിഡ്സിനെ കുറിച്ച് നമ്മൾ കുറെ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. കെമിസ്ട്രിയിൽ സ്പെഷ്യലി മെറ്റീരിയൽസിനെ നമുക്ക് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ക്ലാസിഫൈ ചെയ്യാം. ഈ ക്ലാസിഫിക്കേഷന്റെ ഡിഫറൻസസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? സോളിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള സൈസ് ഉണ്ട്, നമുക്ക് അതിന്റെ ഷേപ്പും സൈസും ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വഴി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ, അത് തിയറിയാണ്. ഓക്കെ, സോളിഡ്സിന് ഡെഫിനറ്റ് ഷേപ്പും സൈസും ഉണ്ട്, അതൊന്നും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തിയറിയാണ്. പ്രാക്ടിക്കലി നമുക്ക് സോളിഡ്സിനകത്ത് വളരെ വലിയ രീതിയിലുള്ള ഫോഴ്സസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈസും ഷേപ്പും ഒക്കെ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെമ്പറലി ആയിട്ട് മാറ്റാൻ ശ്രമിക്കാം. ഒരു സ്പ്രിങ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു വിടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സ്പ്രിങ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ് മാറുന്നുണ്ട്, അല്ലെ? അതിന്റെ ഷേപ്പ് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സോളിഡിനകത്ത് ഇനഫ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ സൈസും ഷേപ്പും ഒക്കെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ആദ്യം ഓർത്ത് വെക്കാം. നമ്മള് ഈ ഒരു സോളിഡിന്റെ സൈസോ ഷേപ്പോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. കാരണം എന്താണ്? നമ്മൾ അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ ഒബ്ജക്റ്റിനെ ഡിഫോം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വേർഡ് തന്നെ ആ മീനിങ് ക്യാരി ചെയ്യുന്നുണ്ട്. ഡിഫോമിംഗ് ഫോഴ്സ് ഇസ് ദ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ദ സോളിഡ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മോളിക്കുലാർ ലെവലിനകത്ത് സോളിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻസിലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ മോളിക്യൂൾസ് എല്ലാം ബൗണ്ടഡ് ആണ്. ഓക്കെ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള ഡയഗ്രാം ഞാൻ വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു സ്പ്രിംഗ് സ്ട്രക്ചറിലാണ് ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് അതിനകത്ത് തന്നെ കാണിച്ചിരിക്കുന്നത്. ഈ സ്പ്രിംഗ് ടൈപ്പിൽ അത് കാണിക്കാനുള്ള കാരണം തന്നെ ഇന്റർ മോളിക്കുലാർ ഫോഴ്സിനെ നമുക്ക് സ്പ്രിംഗ് ഫോഴ്സുമായിട്ട് വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഒരു മോളിക്യൂൾ, ഓക്കെ, നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്ലൈഡ് ഫോഴ്സിന്റെ പേര് എന്താണ്? ഡിഫോമിംഗ് ഫോഴ്സ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സിന് വിളിക്കാൻ പോകുന്ന പേര്. ഓക്കെ, അപ്പൊ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചു എന്നിങ്ങനെ വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ താഴേക്ക് വലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതൊരു സ്പ്രിംഗ് ആക്ഷൻ പോലെയല്ലേ? ഈ ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെ നമുക്ക് സ്പ്രിംഗ് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മോളിക്യൂളിനെ നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ അതിന്റെ ഇന്റർമോളിക്കുലാർ സ്പേസ് കൂടും. ഇന്റർമോളിക്കുലാർ സ്പേസ് കൂടുന്ന സമയത്ത് അതിനൊരു ഇലോങ്ങേഷൻ സംഭവിക്കും. ഓക്കെ, ആ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ മോളിക്കുലാർ സ്പേസ് കൂടുകയും അതിനൊരു ഇലോങ്ങേഷൻ സംഭവിക്കുകയും ചെയ്യും. പക്ഷെ സ്പ്രിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളത് വലിക്കാൻ ശ്രമിക്കും തോറും സ്പ്രിങ്ങിനകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന്റെ പേരാണ് റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്നുള്ളത്, അല്ലെ? സ്പ്രിംഗ് ഫോഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പ്രിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ നമ്മൾ ഡിഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്തും. ആ ഒരു ഫോഴ്സ് വിത്ത് വിച്ച് ദ ഒബ്ജക്ട് വിൽ
try to regain its original configuration. അതിന് പറയുന്ന പേരാണ് restoring force എന്നുള്ളത്. അപ്പൊ ഇവിടെ restoring force കൊടുക്കുന്നത് എന്താണ്? ഈ molecules തമ്മിലുള്ള ഒരു ഫോഴ്സ് ആണ് restoring force ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ deforming force എന്ന് പറയുന്നത് it is the external applied force in order to change the size or shape of the object. Restoring force എന്ന് പറയുന്നത് it is the force within the object which will try to regain its original configuration after the removal of the applied force. നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസ് വിൽ ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. ഈ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് മോളിക്യൂൾസ് എന്തിനാ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ആ ഫോഴ്സ് കൊടുത്തു അതിന് അങ്ങനെ ഡീഫോംഡ് ആയിട്ട് ഇരിക്കാൻ എന്തുകൊണ്ട് തോന്നുന്നില്ല? അതിന്റെ കാരണം നമ്മൾ എനർജി സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഏതൊരു വസ്തുവും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്? അതിന് മിനിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമ്പോഴാണ് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചാടി തുള്ളി ഡാൻസ് കളിച്ച് ഓടിച്ചാടി ആ എനർജി ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് മിനിമം എനർജിയിലോട്ട് വരും. അതാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വളരെ കാം ആയിട്ട് റെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മിനിമം എനർജി ലെവലാണ്. കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോവസ്റ്റ് എനർജി, അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. നമ്മുടെ കൂടുതൽ എനർജി കിട്ടുമ്പോൾ വിൽ ഗെറ്റ് എക്സൈറ്റഡ്. നമ്മൾ മാത്രമല്ല, മോളിക്യൂൾസ് ഓൾസോ വിൽ ഗെറ്റ് എക്സൈറ്റഡ് വെൻ ഇനഫ് മോർ എനർജി ഇസ് ഗിവൺ. ആ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് മോളിക്യൂൾസിന് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ മോളിക്യൂൾസിന്റെ സ്പേസ് കൂടും. മോളിക്യൂലാർ ലെവലിനകത്ത് പൊട്ടൻഷ്യൽ എനർജിയും ഈ ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസും ആറും തമ്മിലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അതായത് ഇന്റർ മോളിക്കുലാർ സ്പേസ് ഇവിടെ. ഓക്കെ, ഇതാണ് ഏറ്റവും ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ താഴേക്ക് നെഗറ്റീവ് ആണ്. നെഗറ്റീവിന് ഏറ്റവും മിനിമം വരുന്നതിനെയാണ് നമുക്ക് ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു ലെവലാണ് ഈ മോളിക്യൂൾസിനെ സംബന്ധിച്ച് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. എല്ലാ മോളിക്യൂൾസും ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. എല്ലാവർക്കും എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം അല്ലെ? എക്സൈറ്റഡ് ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മോളിക്യൂൾസിന്റെ കേസും. So molecules also would like to be in the stable state with lowest minimum potential energy. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ്. അതിനെ പറയുന്ന പേരാണ് R0. അപ്പൊ എപ്പോഴും മോളിക്യൂൾസ് ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് R0 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വിച്ച് കറസ്പോണ്ട്സ് ടു മിനിമം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് വിച്ച് കറസ്പോണ്ട്സ് ടു മാക്സിമം സ്റ്റേബിൾ പൊസിഷൻ, അതിനെയാണ് നമുക്ക് മീൻ പൊസിഷൻ എന്ന് പറയാം. അതായത് യാതൊരു വിധത്തിലുള്ള ഫോഴ്സും അപ്ലൈ ചെയ്തില്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് ഇന്റർമോളിക്കുലാർ സ്പേസ് എന്ന് പറയുന്നത്. ദിസ് ഇന്റർമോളിക്കുലാർ സ്പേസ് is related to minimum potential energy which means maximum stability. അപ്പോ ഈ മോളിക്യൂൾസിന് നമ്മൾ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ what happens, this distance will increase. ഈ R0 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ it comes to this level, right? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്താണ്? It is little higher energy. Higher energy is unstable. അപ്പൊ ഈ മോളിക്യൂൾസിന്റെ ഡിസ്റ്റൻസ് തമ്മിൽ കൂടുമ്പോ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ട്രൈ ടു കം ബാക്ക് ടു ദാറ്റ് വെരി R0 വാല്യൂ. അപ്പോൾ ഇവിടുന്ന് ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് R0 തന്നെ എത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇന്റർമോളിക്കുലർ സ്പേസ് കൂടി, അത് നമ്മളിങ്ങനെ വലിച്ചു വിട്ടു. ഇനി വലിക്കൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? കംപ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ R0ന്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും. ഇവിടെ ഇപ്പൊ R0നേക്കാളും കുറവുള്ള ഒരു ഡിസ്റ്റൻസ് ഇതാണ് അല്ലെ? ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി നോക്കൂ. അതും ഈ മിനിമം, ഇതാണ് മിനിമം പൊട്ടൻഷ്യൽ എനർജി. ഈ മിനിമത്തിനേക്കാളും കൂടുതലാണ്. അപ്പോ ഈ R0 എന്ന് പറയുന്ന വാല്യൂ അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. R0നേക്കാളും ഡിസ്റ്റൻസ് കൂടിയാലും ഡിസ്റ്റൻസ് കുറഞ്ഞാലും മോളിക്യൂലാർ ലെവലില് ഈ സോളിഡ് സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പൊ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവാനുള്ള മേജർ കാരണം എന്ന് പറയുന്നത് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെസ്റ്റോറിംഗ് ഫോഴ്സ് മോളിക്യൂൾസ് അപ്ലൈ ചെയ്യുന്നത്.
എന്നിട്ട് അത് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് വരുന്നു. അപ്പൊ ഡിഫോമിംഗ് ഫോഴ്സ് എന്താണെന്നും റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്നും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് in order to change the size or shape. Restoring force എന്ന് പറയുന്നത് it is a molecular force, intermolecular force which will try to regain the original configuration. Okay, അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്നു ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് വരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ശ്രമിക്കും, പക്ഷെ എല്ലാവരുടെയും ശ്രമം അതേപോലെ പ്രാവർത്തികമാവണം എന്നില്ല, അല്ലെ, സക്സസ്ഫുൾ ആവണം എന്നില്ല. അങ്ങനെ വളരെയേറെ സക്സസ്ഫുള്ളി ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് തിരിച്ചെത്താൻ പറ്റുന്ന തരത്തിലുള്ള സോളിഡ്സിനെയാണ് നമുക്ക് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആൻഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളി ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്. ഏത് മിഷനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്? റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. നമ്മൾ അതിന്റെ സൈസ് മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ നമ്മൾ അവിടുന്ന് ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നു? തിരിച്ച് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്താൻ പറ്റുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്താൻ പറ്റുന്ന സോളിഡ്സ്, അതിനെയാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് regains its original configuration after the removal of the applied force. ഇനി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്താണ്? അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ആ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്താൻ പറ്റുന്നില്ല. അതായത് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് the materials will not be able to regain its original configuration. Those materials can be called as plastic materials. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഒറിജിനൽ കോൺഫിഗറേഷൻ റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്ന കാര്യമുണ്ട്, എന്താ, റബ്ബർ ബാൻഡിന് നമ്മൾ ഇലാസ്റ്റിക് എന്ന് വിളിക്കാറുണ്ട്, അല്ലെ? അതിനേക്കാളും ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പർ. അത് നിങ്ങൾ വിചാരിക്കുന്നത് അതെന്താ അങ്ങനെയെന്നുള്ളത്, അല്ലെ? കാരണം എന്താ, ഈ സ്റ്റീലിനെയും കോപ്പറിനെയും ഒന്നും നമുക്ക് പെട്ടെന്ന് ലെങ്ത് മാറ്റാനൊന്നും പറ്റില്ല. വളരെ കുറെ ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് കുറച്ചെങ്കിലും ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതേസമയം അതിന് ഒറിജിനൽ കോൺഫിഗറേഷൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്താൻ പറ്റും. നമ്മൾ റബ്ബർ ബാൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു വിചാരിക്കും, ഇങ്ങനെ വലിച്ചു വിട്ടു, അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്താറുണ്ടോ? ഇല്ല, പെർമനന്റ് ആയിട്ട് കുറച്ചൊന്ന് ഇലോങ്ങേറ്റഡ് ആവും, അല്ലെ? അപ്പൊ റബ്ബർ ബാൻഡിന് നമ്മൾ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സിനെ കംപ്ലീറ്റ്ലി മാറ്റി റിസ്റ്റോർ ചെയ്ത് ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്താൻ പറ്റാറില്ല. അപ്പൊ സ്റ്റീലും റബ്ബർ ബാൻഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക്. ഞാനിത് പറയാൻ കാരണം ഇലാസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ ഓക്കെ റബ്ബർ ബാൻഡ് ആണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റീൽ, കോപ്പർ, ഇതെല്ലാം മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇപ്പോ സ്റ്റീലിന്റെ സ്കെയിൽസ് ഒക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ കളിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റീലിന്റെ ഒരു സ്കെയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്ത് സംഭവിക്കും? അതിങ്ങനെ ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബട്ട് വെൻ യു റിമൂവ് യുവർ ഹാൻഡ്, ഇങ്ങനെ 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 വന്നിട്ട് അത് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്തും, അല്ലെ? അത് പെർമനന്റ് ആയിട്ട് ബെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അത്രയും വലിയ എന്താ പറയാ ഹൾക്കും ഒക്കെ ആയിരിക്കണം, അത്രയും ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് പെർമനന്റ് ആയിട്ട് ബെൻഡ് ചെയ്യിക്കാനായിട്ട്. വളരെ സാധാരണ രീതിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യും, പക്ഷെ നമ്മൾ ആ കൈ വിട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് എത്തും. അതിന്റെ അർത്ഥം എന്താണ്? സ്റ്റീൽ ഇസ് എ വെരി ഗുഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ്. ഓക്കെ, കോപ്പർ ഇസ് ഓൾസോ ഗുഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. പ്ലാസ്റ്റിക് മെറ്റീരിയലിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ മഡ്, ക്ലേ. നിങ്ങൾ ക്ലേ ഒക്കെ വെച്ച് കളിക്കാറില്ലേ? ക്ലേ വെച്ച് പല ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താ? അതിന് ഷേപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഷേപ്പ് ഒക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലോട്ട് വരും. അത് വിൽ നോട്ട് ബി ട്രൈങ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. വളരെ പരാജിതനാണ്, തിരിച്ച് ഒറിജിനൽ കോൺഫിഗറേഷനിലോട്ട് വരാൻ പറ്റാത്ത ഒരു മെറ്റീരിയൽ ആണ് മഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്താണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി? അങ്ങനെയും ചോദ്യം ചോദിക്കാം. ഓക്കെ, മെറ്റീരിയൽസിന്റെ പേരാണ് ഇലാസ്റ്റിക്, പ്ലാസ്റ്റിക്. Elasticity എന്ന് ചോദിക്കുകയാണെങ്കിൽ it is a property of the materials with which or due to which the materials will try to regain its original configuration, or the property of materials by virtue of which materials do not regain its original configuration. അതിനെ നമുക്ക് എന്ത് പറയാം? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോ രണ്ട് ടോപ്പിക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എന്താണ് ഡിഫോമിംഗ് ഫോഴ്സ്, എന്താണ് റെസ്റ്റോറിംഗ് ഫോഴ്സ്, വാട്ട് ഈസ് പ്ലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, വാട്ട് ഈസ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്നതാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ടേംസ് മനസ്സിലാക്കിയാലാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇതിനകത്ത് ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് സ്ട്രെസ് എന്നുള്ളതാണ്. ഓക്കെ,
സ്ട്രെസ്, പല രീതിയിലുള്ള സ്ട്രെസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ അയ്യോ അത് ഫിസിക്സേ ഒരു സ്ട്രെസ് ആണ്, ഫിസിക്സിനകത്ത് ഒരു സ്ട്രെസ് പഠിക്കണമെന്ന് വിചാരിക്കും അല്ലെ. ഇതുപോലെ തന്നെയാണ് നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ എന്നൊക്കെ പറയില്ലേ, അത് മെറ്റീരിയൽസിനും ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കാം. വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോ ഈ വയറിന്റെ ഒരു അറ്റത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഈ കൊടുക്കുന്ന ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ പേരെന്താണ്? എന്താണ്? ഡിഫോമിംഗ് ഫോഴ്സ് അല്ലെ. ഡിഫോമിംഗ് ഫോഴ്സ്, ഞാൻ FD എന്ന് എഴുതുന്നു. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ ഈ FD എന്ന് പറയുന്ന ഡിഫോമിംഗ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മെറ്റീരിയലിനെ നമ്മളിങ്ങനെ പിടിച്ചു വലിക്കുകയാണ്, ഈ വയറിനെ പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇതിനകത്തുള്ള മോളിക്യൂൾസ് ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യും. ഇറ്റ് ട്രൈ ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. ഈ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ബിറ്റ്വീൻ ഡിഫോമിംഗ് ഫോഴ്സ് ആൻഡ് റെസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, ഈ ഡിഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെ പറയുന്ന പേരാണ് സ്ട്രെസ്. സ്ട്രെസ്സിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ സിഗ്മയാണ്, വിച്ച് ഇസ് F ഡിവൈഡഡ് ബൈ A. ബൈ ഡെഫിനിഷൻ, എല്ലാവരും ശ്രദ്ധിക്കുക, ബൈ ഡെഫിനിഷൻ ഈ F മസ്റ്റ് ബി ദ റെസ്റ്റോറിംഗ് ഫോഴ്സ്. അതായത് സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ, നമ്മൾ വേർഡ്സിൽ എഴുതുമ്പോൾ ഡെഫിനിറ്റ് ആയിട്ടും എഴുതേണ്ടത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റെസ്റ്റോറിംഗ് ഫോഴ്സ് per area of cross section. Area എന്ന് പറയുന്നത് it is not the total area of the material, it is the cross sectional area of the material. Okay, അപ്പൊ സിഗ്മ എന്ന് പറയുന്നത് restoring force divided by cross sectional area, restoring force divided by cross sectional area. ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, അവിടെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് മെറ്റീരിയൽസ് വിൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ടാണ് താഴേക്ക് വലിച്ച് നോക്കിയത് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ കോൺഫിഗറേഷൻ റീഗെയിൻ ചെയ്യാനായിട്ട് എത്രത്തോളം ഫോഴ്സ് കൊടുക്കേണ്ടി വരും? 10 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് റെസ്റ്റോറിംഗ് ഫോഴ്സും ഡിഫോമിംഗ് ഫോഴ്സും ഈക്വൽ ആണ്. അപ്പൊ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യും. അതിന്റെ കാരണം ഇതാണ്, പ്രോബ്ലം ചെയ്യുന്നത് എപ്പോഴും വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. പക്ഷെ നമ്മൾ സ്ട്രെസ് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോഴ്സിനെ കുറിച്ച് കുറച്ചും കൂടെ സ്പെസിഫൈഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് എ റെസ്റ്റോറിംഗ് ഫോഴ്സ് അപ്പോൺ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നുള്ളതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പലപ്പോഴും നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും ക്വസ്റ്റിന് തരിക, നമ്മൾ ആ വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന്റെ കാരണം ഇതാണ്, വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ആർ ഈക്വൽ എന്നുള്ളത്. അപ്പൊ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി. സ്ട്രെസ് ഇസ് ദ റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺ. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ സിഗ്മ, അതായത് സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി, ഡെഫിനേഷൻ മനസ്സിലായി, അതിന്റെ ഫോർമുല മനസ്സിലായി, SI യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ് പഠിക്കുന്നുണ്ട്. There are 3 different types of stress. ആദ്യം നമ്മൾ പഠിക്കുന്ന സ്ട്രെസ്സിന്റെ പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഹാസ് ഗോട്ട് സം റിലേഷൻ വിത്ത് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്നുള്ളത്. അതായത് നമ്മൾ ഒരു മെറ്റീരിയലിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലെങ്തിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. അതായത് വളരെ തിന്നായിട്ടുള്ള ലോങ് ആയിട്ടുള്ള വയർ കൈൻഡ് ഓഫ് തിങ്സ്, ഓക്കെ, വയർ കൈൻഡ് ഓഫ് മെറ്റീരിയൽസിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏത് ഡയമെൻഷനാണ് ചേഞ്ച് ആവുക? ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണോ, ബ്രെഡ്ത്ത് ആണോ, ഹൈറ്റ് ആണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു വളരെ തിന്നായിട്ടുള്ള, വളരെ ചെറിയ രീതിയിലുള്ള, വളരെ തിന്നായിട്ടുള്ള ഒരു വയറിനകത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ് കൂടുക അല്ലെ. ലെങ്ത് കൂടും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു സ്പ്രിങ് എടുക്കുവാണ്, അതിന് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഗെറ്റ് ഇലോങ്ങേറ്റഡ്. നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിലോ അതിന്റെ ലെങ്ത് കുറയും. അപ്പൊ 2 പോസിബിലിറ്റി ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെസ് വിച്ച് വിൽ റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് ലെങ്ത്. ചേഞ്ച് ഓഫ് ലെങ്ത് ആണ് അതിന്റെ റിസൾട്ട് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിനെ തന്നെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ പേരാണ് ടെൻസൈൽ സ്ട്രെസ്, രണ്ടാമത്തെ പേരാണ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വയർ ഒറിജിനൽ. ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വയറിന്റെ ഇതായിരുന്നു ഒറിജിനൽ ലെങ്ത്, ഇത് ഇലോങ്ങേറ്റഡ് ആവും, ഇതിന്റെ ലെങ്ത് കൂടും. ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിലാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ
if it is a stress which will result in elongation of a material. മെറ്റീരിയലിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്ട്രെസ് എന്താണ്? റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതിന് പറയുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെസ്. ഇനി അതേ സമയത്ത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്പ്രിംഗ്, ഓക്കെ, അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് കംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? അതിന്റെ ലെങ്ത് കുറയും. ഓക്കെ, അതിന്റെ ലെങ്ത് ഒറിജിനൽ ഉണ്ടായിരുന്നു ഇത്രയായിരുന്നു, പക്ഷെ അതിൽ നിന്ന് കുറഞ്ഞു. ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആയിട്ട് വരുമ്പോഴാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെസ് വിച്ച് റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ലെങ്ത്. ആ ചേഞ്ച് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇലോങ്ങേഷൻ വരുമ്പോൾ നമ്മൾ അതിന് വേറൊരു പേര് കൊടുക്കുന്നു, ടെൻസൈൽ സ്ട്രെസ്. ഇനി കംപ്രഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ്, കംപ്രഷൻ വെച്ചാൽ എന്താ? ഡിക്രീസ് ഇൻ ലെങ്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന പേരാണ് കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ ആദ്യത്തെ കാര്യം സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം, ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. രണ്ടാമത്തെ സ്ട്രെസിന്റെ പേരാണ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് കൂടെ അതിന് പേരുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ തറയിൽ ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക. ഒരു സിലിണ്ടർ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിലിണ്ടർ എന്ന് വിചാരിക്കുക. അപ്പൊ താഴെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അതായത് അതിന്റെ മുകളിൽ നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങനെ തള്ളി കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ മുകൾ ഭാഗം ഇങ്ങനെ നീങ്ങിപ്പോവും, പക്ഷെ താഴെ ഫിക്സഡ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ അതിന്റെ ലെങ്ത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല, പക്ഷെ അതിന്റെ ഷേപ്പിൽ ഒരു മാറ്റം സംഭവിക്കും. എന്ത് സംഭവിക്കാം? ഇങ്ങനെ ഉണ്ടായിരുന്ന സിലിണ്ടർ ഇങ്ങനെയായി മാറും. ഐ തിങ്ക് യു ആർ ഏബിൾ ടു റിലേറ്റ് ഇറ്റ് അല്ലെ? ഇങ്ങനെ നിൽക്കുന്ന ഒരു സിലിണ്ടർ ആയിരുന്നു. അതിന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളി കൊടുത്തു. ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ബേസ് ഫിക്സഡ് ആണ്, അത് അതേപോലെ നിന്നു. പക്ഷെ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പൻസ് ടു വിച്ച് സൈഡ് ഓഫ് ദ സിലിണ്ടർ? ഈ സൈഡ് ഓഫ് ദ സിലിണ്ടർ. അതിന്റെ ലെങ്ത് എൽ എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ, അതായത് ഈ സന്ദർഭത്തിൽ വരുന്ന സ്ട്രെസ് എന്ന് വെച്ചാൽ എല്ലായിടത്തും റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ തന്നെയാണ്. അപ്പൊ ഇവിടെയും ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നതും എഫ് ഡിവൈഡഡ് ബൈ എ തന്നെയാണ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ തന്നെയാണ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ ഇതിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയാം? ദിസ് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്, റിസൾട്ട് ഇൻ ദ ടാൻജൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട്. അങ്ങനെ വരുമ്പോൾ ഉള്ള സ്ട്രെസിന്റെ പേരാണ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. ഇത് എന്ത് ഫോഴ്സ് ആയിരിക്കണം? റെസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ ഡെഫിനറ്റ്ലി ഇത് ഷിയർ സ്ട്രെസിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി, ഷിയർ ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് വോളിയോമെട്രിക് സ്ട്രെസ് ആണ്. വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ്, ഓക്കെ, ഇത് നമ്മളൊരു ലിക്വിഡ് എടുത്തിരിക്കുവാണേ. ഈ ലിക്വിഡിനകത്ത് വെള്ളമാണെന്ന് വിചാരിക്കൂ. വെള്ളത്തിനകത്ത് നമ്മളൊരു ബോൾ, ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോൾ, ഒരു സിലിണ്ടറിക് എന്താ പറയുക, സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഫ്ലെക്സിബിൾ ആണ്, അത് ഇട്ടു. എന്താ സംഭവിക്കുക? ഈ ലിക്വിഡ്സിന് പ്രഷർ അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ? ലിക്വിഡ്സിൽ അപ്ലൈ പ്രഷർ, എക്സേർട്ട് പ്രഷർ ഇൻ ഓൾ ദ ഡയറക്ഷൻസ്. ഓക്കെ, ഫോഴ്സ് വിൽ ബി ആക്ടഡ് ഓൺ ദി സോളിഡ് ഒബ്ജക്ട് ഫ്രം ഓൾ ദ ഡയറക്ഷൻസ്. ഈ എല്ലാ ഡയറക്ഷനിൽ നിന്നും ഫോഴ്സ് ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ പുറത്ത് ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ഇതിന്റെ വോളിയം കുറയും. ഇതിങ്ങനെ ഒന്ന് കംപ്രസ് ആവാനുള്ള ടെൻഡൻസി ആണുള്ളത്. ഒരിക്കലും ഇതിന് ഇലോങ്ങേറ്റ് ആവാൻ പറ്റില്ല. ഈ വെൻ pressure is being applied, liquid pressure is being applied on a solid from all the directions, the volume of the material will get reduced. ആ സമയത്ത് ഈ സോളിഡ് മെറ്റീരിയലിനകത്ത് ഉണ്ടാകുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ പറയുന്ന പേരാണ് വോളിയോമെട്രിക് സ്ട്രെസ് എന്നുള്ളത്, അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, വോളിയോമെട്രിക് സ്ട്രെസ് ഓർ വോളിയം സ്ട്രെസ് സിഗ്മ തന്നെയാണ്. ഫോർമുല എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ് പഠിച്ചു. കൺസെപ്റ്റ് വൈസ് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ സ്ട്രെസ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ കൊടുത്തു. എന്തൊക്കെയായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് കൊടുത്തു, ചില സമയത്ത് നമ്മൾ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞു, ചില സമയത്ത് വോളിയം എന്ന് പറഞ്ഞു. പക്ഷെ ഫോർമുല എല്ലാം ഒന്ന് തന്നെയാണ്, റെസ്റ്റോറിംഗ് ഫോഴ്സ് അപ്പോൺ ഏരിയ ആണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സ്ട്രെസ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
ടെൻസൈൽ എന്ന് വിളിക്കുന്ന എപ്പോഴാണ് ഇലോങ്ങേഷൻ സംഭവിക്കുമ്പോൾ. കംപ്രസീവ് എന്ന് വിളിക്കുന്ന എപ്പോഴാണ് ഡിക്രീസ് ഇൻ ലെങ്ത് സംഭവിക്കുമ്പോൾ. ഷിയർ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് ഇഫ് ദർ ഈസ് ഒരു ചെരിവ് സംഭവിച്ചപ്പോൾ അല്ലെ. വോള്യൂമെട്രിക് സ്ട്രെസ് എന്ന് വിളിക്കുന്ന എപ്പോഴാണ് ഒരു ഹൈഡ്രോളിക് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന്റെ സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ വോള്യൂം കുറയുന്ന സമയത്താണ് വോള്യൂം സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സ്ട്രെസ് എന്താണെന്നും മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനി സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് അടുത്ത കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് പഠിച്ചു, റെസ്റ്റോറിംഗ് ഫോഴ്സ് പഠിച്ചു, പിന്നെ എന്ത് 2 കാര്യങ്ങളാണ് പഠിച്ചത്? ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി പഠിച്ചു, സ്ട്രെസ് പഠിച്ചു. ഇന്നത്തെ ലാസ്റ്റത്തെ ടോപ്പിക് ഇതാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ പഠിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ 3 ടൈപ്പ് ഓഫ് സ്ട്രെയിൻ പഠിക്കാനുണ്ട്. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇൻ ജനറൽ, സ്ട്രെസ് എന്ന് പറയുന്നത് ഇൻ ജനറൽ ഞാൻ പറഞ്ഞു റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ്. അതുപോലെ സ്ട്രെയിനെ വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, സ്ട്രെയിനെ നമുക്ക് ഇൻ ജനറൽ പറയാൻ പറ്റുന്നത് it is the change in dimension divided by original dimension. Dimension എന്ന് വെച്ചാൽ ലെങ്ത് ഒരു ഡയമെൻഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡിസ്പ്ലേസ്മെന്റ്, ചേഞ്ച് ഇൻ വോള്യൂം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യൂം. ഇങ്ങനെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ പറയുന്ന പേരാണ് സ്ട്രെയിൻ എന്നുള്ളത്. 3 തരത്തിലുള്ള സ്ട്രെയിൻ ഉണ്ട്. ആദ്യത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണ് നമ്മൾ പഠിച്ചു? എന്താണ്? The stress corresponding to an increase in length, change in length. അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞത് അല്ലെ. ചേഞ്ച് ഇൻ സ്ട്രെങ്ത്, ലെങ്ത് ഇൻക്രീസ് ആണെങ്കിൽ അതിന് ടെൻസൈലിനും ഡിക്രീസ് ആണെങ്കിൽ കംപ്രസീവിനും 2 സബ് ഡിവിഷൻ പഠിച്ചു. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഈ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് സ്ട്രെയിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ, ദിസ് ഡെൽറ്റ എൽ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ടെൻസൈൽ ആണെങ്കിൽ ഇത് പോസിറ്റീവ് വരും, കംപ്രസീവ് ആണെങ്കിൽ നെഗറ്റീവ് വരും. അത്രേ ഉള്ളൂ കേട്ടോ. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ, ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ലെങ്ത്, മീറ്റർ ആയിരിക്കും എസ് ഐ യൂണിറ്റ് അല്ലെ. ഒറിജിനൽ ലെങ്ത്തിന് മീറ്റർ തന്നെയായിരിക്കും എസ് ഐ യൂണിറ്റ്. യാതൊരു വിധത്തിലുള്ള സ്ട്രെയിനും എന്തുണ്ടാവില്ല? യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടാവില്ല. നോ യൂണിറ്റ് നോ ഡയമെൻഷൻ ആണ് സ്ട്രെയിനിന്റെ പ്രത്യേകത. നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെയിൻ പഠിക്കുന്നുണ്ട്. 3 എണ്ണത്തിനും എന്തുണ്ടാവില്ല? യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടാവില്ല. അതേസമയം സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു. അപ്പൊ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. വെരി സിമ്പിൾ തിങ് ടു കീപ് ഇൻ യുവർ മൈൻഡ് അല്ലെ. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്തിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അടുത്തത് ഷിയർ സ്ട്രെയിൻ. കുറച്ച് വ്യത്യാസമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്നും കൂടെ ഇതിനെ പറയാറുണ്ട്. ഷിയർ സ്ട്രെയിൻ എപ്പോഴും ഞാൻ സ്ട്രെസ്സിന്റെ ഡയഗ്രാം വരച്ച് കാണിച്ചിരുന്നു അല്ലെ. ഇതാണ് ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പ്. ഇതിന്റെ ബേസ് ഫിക്സഡ് ആണ്. നമ്മളൊരു ഫോഴ്സ് ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്തു. എന്ത് സംഭവിക്കും? അതിന്റെ ഇതായിരുന്നു അതിന്റെ ഒറിജിനൽ, അതിന് പകരം മാറിയിട്ട് അതൊന്ന് ചെരിഞ്ഞിങ്ങനെ പോകും അല്ലെ. ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ വീഴാറായിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഇപ്പോഴത്തെ രൂപം. അപ്പൊ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഈ ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് സിമ്പിൾ കൊടുക്കാം. നോർമലി നമ്മൾ NCERT-യുടെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഡെൽറ്റ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ലെറ്റ് us also write ഡെൽറ്റ എക്സ്. ഇതാണ് ലെങ്ത്, അതായത് ഈ ഒരു ലെങ്ത് ഓഫ് ദ സിലിണ്ടർ, ആ ലെങ്ത് വൈസ് ആണ് അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ലെങ്ത് നിൽക്കുന്ന ഭാഗമാണ് ഇങ്ങനെ ചെരിഞ്ഞു പോയത്. അപ്പൊ ഇതാണ് ലെങ്ത് എൽ എന്നുള്ള സിമ്പിൾ കൊടുക്കുന്നത്. ഷിയർ സ്ട്രെയിനിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ലെങ്തിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇതും യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. ഷിയർ സ്ട്രെയിനെ പലപ്പോഴും നമ്മൾ ആംഗിളിന്റെ ടേംസിലും കൂടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എടുക്കുവാണെങ്കിലോ ഈ ഡയഗ്രാം അനുസരിച്ച് ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ adjacent side which is delta x divided by L. അപ്പൊ ഷിയർ സ്ട്രെയിനിന് പകരമായിട്ട് എനിക്ക് എന്ത് എഴുതാം? ടാൻ തീറ്റ എന്ന് എഴുതാം. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറുതായിട്ടൊന്ന് തള്ളി, ഇത് ചെറുതായിട്ടൊന്ന് നീങ്ങി, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ രീതിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ നീങ്ങുമല്ല ചെയ്യാം, താഴെ ഇങ്ങനെ വീഴൂലേ. അപ്പൊ നമുക്ക് അവിടെ സ്ട്രെയിൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ തള്ളി നീക്കുമ്പോഴാണ് നമുക്ക് അതിനെ സ്ട്രെയിൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വളരെ ചെറുതാണ്. ഓക്കെ, ഇതൊരു 10 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 0.5 മില്ലിമീറ്ററോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് വെരി വെരി സ്മോൾ. നമ്മൾ ലിമിറ്റ്സിൽ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ സ്മോൾ ആംഗിൾസ്, വെരി സ്മോൾ ആംഗിൾസ്, ടാൻ തീറ്റ
is nearly equal to theta. അല്ലെങ്കിൽ sin theta is also nearly equal to theta. Sin 0 എന്ന് പറയുന്നത് 0 ആണ്, tan 0 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. വെരി സ്മോൾ വാല്യൂസ് ഓഫ് ആംഗിൾസിന് ടാൻ തീറ്റ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് തീറ്റ എന്ന് എഴുതിയാലും കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഈ എന്ന് പറയുന്നത്, അതായത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം, ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ. അപ്പൊ ഇതാണ് ഷിയർ സ്ട്രെയിന്റെ ഫോർമുല. തീറ്റ എന്ന് എഴുതുമ്പോൾ റേഡിയൻസിലാണ് ഈ തീറ്റ എടുക്കേണ്ടത് കേട്ടോ. ഡിഗ്രീസിൽ എടുക്കാൻ പാടില്ല, റേഡിയൻസിൽ എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഷിയർ സ്ട്രെയിൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ സ്ട്രെയിൻ എന്താണ്, വോള്യൂമെട്രിക് സ്ട്രെയിൻ. വോള്യൂമെട്രിക് സ്ട്രെസ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ വോള്യൂമെട്രിക് സ്ട്രെയിൻ. വോള്യൂമെട്രിക് സ്ട്രെസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സോളിഡ് ഒരു ഫ്ലൂയിഡിനകത്ത് ഇടുവാണെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ കംപ്രഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് there will be a decrease in volume. Increase in volume is not possible at all. അപ്പോ വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് it is actually change in volume divided by original volume. ഈ വോള്യൂം is always going to be negative, ഈ ചേഞ്ച് ഇൻ വോള്യൂം, കാരണം എപ്പോഴും ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പോ വോള്യൂമെട്രിക് സ്ട്രെയിന്റെ ഫോർമുല എഴുതുന്ന സമയത്ത് മൈനസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതണം. മൈനസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതണം. ബിക്കോസ് വെൻ യു അപ്ലൈ ദ വോള്യൂമെട്രിക് സ്ട്രെസ്, വോള്യൂമെട്രിക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അവിടെ ഓൾവേസ് ഡിക്രീസ് ഇൻ വോള്യൂം, ഡിക്രീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ ഇടുന്നത്. വോള്യൂമെട്രിക് സ്ട്രെയിനും എന്തില്ല, യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. വോള്യൂമെട്രിക് സ്ട്രെസ് പഠിച്ചപ്പോ സ്ട്രെസ്സിന് എല്ലായിടത്തും ഫോർമുല എന്തായിരുന്നു, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നുള്ളതായിരുന്നു ഫോർമുല. ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിലും ടെൻസൈൽ, കംപ്രസീവ്, ഷിയർ, വോള്യൂമെട്രിക്, ഇതിനെല്ലായിടത്തിനും ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് ഫോർമുല. പക്ഷെ ഈ വോള്യൂമെട്രിക് സ്ട്രെസ്സിന്റെ സമയത്ത് ഈ ഫോഴ്സ് ബൈ ഏരിയക്ക് നമുക്ക് പ്രഷർ അല്ലെങ്കിൽ ഡെൽറ്റ പി, ചേഞ്ച് ഇൻ പ്രഷർ എന്നും കൂടെ കൊടുക്കാം, ഫോർമുല എഴുതാൻ പറ്റും. കാരണം ഇവിടുത്തെ ഡിഫോമിംഗ് ഫോഴ്സ് സംഭവിക്കുന്നത് ഒരു ലിക്വിഡിനകത്താണ് അല്ലെ. ലിക്വിഡിനകത്ത് ഫോഴ്സ് അപ്പോൺ ഏരിയക്ക് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന വേർഡ് പ്രഷർ എന്നുള്ളതാണ്. ഇപ്പൊ ചേഞ്ച് ഇൻ പ്രഷർ, ചേഞ്ച് ഇൻ പ്രഷർ എന്ന് എഴുതാൻ കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ ലിക്വിഡ്, ഓക്കെ, ഇതാണ് നമ്മുടെ സോളിഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ ഔട്ട്സൈഡ് പ്രഷർ പി ആണ്, ഇൻസൈഡിൽ P0 ആണെങ്കിൽ ഈ ഡിഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് P മൈനസ് P0. ഓക്കെ, അതുകൊണ്ടാണ് ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി എന്ന് എഴുതിയത്. അല്ലെങ്കിൽ പി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പ്രഷർ എന്നുള്ളത് വോള്യൂമെട്രിക് സ്ട്രെസ്സിന് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയും കൂടിയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. അടുത്ത ദിവസം അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായാലാണ് നമുക്ക് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഇത് വളരെ വൃത്തിയായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ചെറിയ ടോപ്പിക് ആണ്. ഡിഫോമിംഗ് ഫോഴ്സ്, റെസ്റ്റോറിംഗ് ഫോഴ്സ്, എന്തുകൊണ്ടാണ് മോളിക്യൂൾസ് ട്രൈ ടു കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ, എന്തുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഉണ്ടായത്, ടു ബി സ്റ്റേബിൾ, പൊട്ടൻഷ്യൽ എനർജി മിനിമം ഉണ്ടാക്കാനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിസിറ്റി ഉണ്ടായത്. ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിക്കുകയാണ് വൈ ദ മെറ്റീരിയൽസ് ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ, ടു ബിക്കം സ്റ്റേബിൾ, ടു മെയിൻറ്റെയിൻ മിനിമം പൊട്ടൻഷ്യൽ എനർജി. അതാണ് അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച എന്തായിരുന്നു, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി പഠിച്ചു. Materials which regain its original configuration after the removal of the deforming force, അതിനെയാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിന് പറ്റാത്ത ഭാഗങ്ങളെ നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. അവർ ട്രൈ ചെയ്തു, പക്ഷെ they are not succeeding in that എന്നുള്ളതാണ്. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്ന് പഠിച്ചു. സ്ട്രെസ് എന്ന് പറയുന്നത് റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. 3 തരത്തിലുള്ള സ്ട്രെസ്, 3 തരത്തിലുള്ള സ്ട്രെയിൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചുള്ളൂ. ഇതെല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈറ്റ് ബോർഡ് വെച്ചിട്ടാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് ദ ക്ലാരിറ്റി ഓഫ് ദ വീഡിയോ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഐ തോട്ട് ഓഫ് യൂസിങ് വൈറ്റ് ബോർഡ് ബിക്കോസ് അത് കുറച്ചും കൂടെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാൻ ബേസിക്കലി പവർ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. So if you enjoy this mode of class, please do include that also in the comment. Thank you for watching. Have a wonderful day ahead to all of you. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഹൂക്സ് ലോയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും പഠിക്കാം കേട്ടോ. Thank you once again. Tata, bye bye, take care.